ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു ഹംദിനെ കുറിച്ചാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് 3 പ്രാവശ്യം ഈ ഹംദ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നമ്മളെ ജീവിതത്തിൽ ധാരാളം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദിക്ർ, എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ സർവ്വ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ സർവ്വ പ്രശ്നങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഹംദിനെ കുറിച്ചാണ്. നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ട, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഹംദ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹംദ് അധികരി പല രൂപത്തിലുള്ള ഹംദുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഹംദ് ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് 3 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും അല്ലാഹു തടഞ്ഞു വെക്കൂല. ആ അനുഗ്രഹങ്ങൾ എങ്ങനെ നമ്മളെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഹംദ് ചൊല്ലിയാൽ ആ ദിവസം ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് രക്ഷ നൽകുകയാണ്. ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ, അതുപോലെ തന്നെ മക്കളെ സ്കൂൾ പറഞ്ഞയക്കുന്ന ആളുകളൊക്കെ ഈ ഹംദ് രാവിലെ എണീറ്റ ഉടനെ ചൊല്ലാൻ മക്കളോട് പറയണം, ഭർത്താക്കന്മാരോട് പറയണം, അതുപോലെ തന്നെ വീട്ടിലുള്ള ഉമ്മമാര് ചൊല്ലണം. എന്നാൽ ഒരിക്കലും നമ്മളുടെ ബറക്കത്ത് നഷ്ടപ്പെടൂല. ഭർത്താവ് ജോലിക്ക് പോയാൽ കൊണ്ടുവരുന്ന സമ്പാദ്യത്തിൽ, അവരുടെ സാലറിയിൽ വല്ലാത്ത ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അത്രയും പവർഫുള്ളായ ഒരു ഹംദാണ് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അനുഗ്രഹം ഒരിക്കലും തടഞ്ഞു വെക്കൂല. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആഫത്ത് മുസീബത്തുകൾ അധികരിച്ച ഒരു കാലം, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങൾ അധികരിച്ച കാലം, പ്രകൃതി ദുരന്തങ്ങൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാനുള്ള ഒരു ഹംദാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോട് രാവിലെയും വൈകുന്നേരവും ഈ ഹംദ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഹംദ് എന്ന് തുടങ്ങിയതാണ്? ഈ ഹംദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം രാവിലെയും വൈകുന്നേരവും ഈ ഹംദ് ചൊല്ലിയിരുന്നു. കാരണം അല്ലാഹു ചൊല്ലാൻ നിർദ്ദേശിച്ച പിന്നെ ആദം നബി അലൈഹിസ്സലാം എന്തായാലും ചൊല്ലിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഹംദ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയാണ്. അള്ളാഹുവിൻ്റെ നന്ദി ചെയ്ത അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന് നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ്, നന്ദി പറയാനും നന്ദി ചെയ്യാനുമുള്ള മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു കഴിഞ്ഞാൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഏതാണ് ആ ഹംദ്? ഞാനൊന്ന് ചൊല്ലിത്തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹംദ്. ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത്? ഉറക്കത്തിൽ നിന്ന് എണീറ്റാലാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ നമ്മൾ ചൊല്ലാറുണ്ട്. അതിനുശേഷം 3 പ്രാവശ്യം ഈ ഹംദ് കൂടെ പറഞ്ഞോ, വലിയ ബർക്കത്തുല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. സാധാരണ ചില ആളുകളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ നേരെ എടുക്കുക മൊബൈൽ ഫോണേക്കാരം. എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് വന്നിക്കണോ, ഫേസ്ബുക്കിൽ മെസ്സേജ് വന്നിക്കണോ, ഇന്നെന്താണ് വാർത്ത, യൂട്യൂബിൽ ആദ്യം വന്ന വാർത്ത എന്താണ്, ഇതാണ് പല ആളുകളും നോക്കാറുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ അല്ലാഹുവിന് ഹംദ് പറയണം. ഉറക്കമെന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു ഭാഗമാണ്. മരണത്തിൻ്റെ എത്ര ആളുകൾ ഉറങ്ങിക്കിടന്നിട്ട് എണീക്കാത്തതുണ്ട്, എത്ര ആളുകൾ രാത്രി ഉറങ്ങാൻ കിടന്നു രാവിലെ മരിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തരം പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ ഹംദ് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എല്ലാ മുത്തുമുഅ്മിനീങ്ങളും രാവിലെ എണീറ്റാൽ 3 പ്രാവശ്യമാണ് പറയേണ്ടത്. എത്ര പ്രാവശ്യമാണ് റസൂലുള്ളാഹി പറയാൻ പറഞ്ഞത്? 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യം പറഞ്ഞാൽ എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്തു തരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഇത് കാണാതെ അറിയാത്ത ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നമ്മളെ ചുമരിൽ എഴുതി വെക്കുക. നമ്മളെ വീടിൻ്റെ ചുമരില്ലേ, അവിടെ ഒരു കടലാസിൽ എഴുതി വെച്ചാൽ മതി. ഇത് പടിഞ്ഞിട്ട് പിന്നെ അത് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. എടുത്ത് കളയാന്ന് പറഞ്ഞാൽ കുപ്പയിൽ കൊണ്ടുപോയിടണമെന്നല്ല, അത് ഭദ്രമായി എടുത്തു വെക്കണം. കാരണം അള്ളാഹിൻ്റെ പേരാണ് അൽഹംദുലില്ലാഹി. റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പേരാണ്, അള്ളാഹിൻ്റെ പേരാണ്. അപ്പം അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും കുപ്പയിൽ കൊണ്ടുപോയി ഇടാൻ പറ്റൂല. പടിയുന്നത് വരെ നമ്മളെ റൂമിൻ്റെ ചുമരിൽ എഴുതി വെക്കുക. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഉടനെ അൽഹംദുലില്ലാഹി ചുമരിലേക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു തരികയാണ്. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, ഈ ഹംദിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീ അകറ്റി തരണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹംദിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ റാഹത്തോടെ സന്തോഷത്തോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. ആ ഇബാദത്തുകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അത് നീ തള്ളപ്പെടല്ല അല്ലാ. പല മുറാദുകളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ സർവ്വ മുറാദുകളും നിനക്കറിയാം, അവരെ സർവ്വ ഹാജത്തുകളും നിനക്കറിയാം. എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റബ്ബേ. ഈമാൻ നൽകണേ അല്ലാ. രാവിലെ ഞങ്ങളുടെ മജ്ലിസിൽ നടക്കുന്ന ആ ദിക്ർ ദുആ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് ഈ കാണുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നൽകണേ അല്ലാ. ആത്മീയമായ ചൂഷകന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സർവ്വ രോഗങ്ങളും അകറ്റി തരണേ അല്ലാ. സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി തരണേ അല്ലാ. ടെൻഷനുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ സർവ്വ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.